ബട്ട് ക്യാഷ് സീസൺ 2. ബട്ട് ക്യാഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികൾ ബാദുഷ എന്നുള്ളതാണ് ഉറപ്പിക്കും. അതെ, ബാദുഷേൻ്റെ ഇടയിൽ സീസൺ 2 ഇറങ്ങിയിരിക്കുകയാണ്. ഹരീഷ് കണാറിനുമായിട്ടുള്ള ബട്ട് ക്യാഷ് അവർ പറഞ്ഞ എല്ലാം കോംപ്ലിമെൻറ്റ്സ് ആക്കിയിട്ടും കാര്യമൊന്നുമില്ല. വേറെ ആളുകളുടെ കയ്യിൽ നിന്നുള്ള പൈസയും കൂടി തിരിച്ചു കൊടുത്താൽ മാത്രമേ ബാദുഷയ്ക്ക് ബട്ട് ക്യാഷിൽ നിന്നൊരു രക്ഷ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ, വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ ദിലീപ് ചിത്രത്തിൻ്റെ പേരിൽ 1 കോടിയിലധികം രൂപ വിദേശത്ത് നിന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മേടിച്ചിട്ട് അത് തിരിച്ചു ചോദിക്കുമ്പോൾ നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ എന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ പേരിൽ ആ വ്യക്തി കേസായിട്ട് പോകുന്നു എന്നുള്ളതാണ് ന്യൂസ് 18 കഴിഞ്ഞ ദിവസത്തെ എക്സ്ക്ലൂസീവ്. നിർമ്മാതാവായ ബാദുഷ വേറൊരു വ്യക്തിയെ ദിലീപ് പടത്തിൻ്റെ പേരിൽ 1 കോടി രൂപയിലധികം പൈസ മേടിച്ച് പറ്റിച്ചു. ബട്ട് ക്യാഷ് സീസൺ 2. ഇനി ബട്ട് ക്യാഷ് സീസൺ 1 ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. അതിലൊരു ക്ലാരിറ്റി ഞാൻ ആദ്യം തരാം. ഞാനിതിൽ സ്ക്രീൻഷോട്ട്സ് വെക്കുന്നില്ല, കാരണം കഴിഞ്ഞ ദിവസം സ്ക്രീൻഷോട്ട് വെച്ച് വീഡിയോ ചെയ്തവരുടെയൊക്കെ വീഡിയോ അടിച്ചു പോയി. യൂട്യൂബിൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസ് പ്രകാരം ഒരു വ്യക്തിയുടെ ബാങ്കിങ് പേഴ്സണൽ ഡീറ്റെയിൽസ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വഴി അവരത് അടിച്ചു ഒതുക്കും. അപ്പോൾ ആ ഒരു വിഷയമുള്ളത് കൊണ്ട് റോബിൻ ഇട്ട വീഡിയോയിലുള്ള കുറേ സാധനങ്ങൾ പ്ലേ ചെയ്യാൻ പറ്റില്ല. അത് ഇൻസ്റ്റാഗ്രാമിൽ ഓടിക്കാം, യൂട്യൂബിലേക്ക് കൊണ്ടുവന്നാൽ അത് വിഷയമാണ്. പിന്നെ ഈ പ്രൈവറ്റ് വ്യക്തികൾ കുറേ പേര്, റോബിന് പൈസ കൊടുത്ത ആൾക്കാരൊക്കെ ഈ സ്ക്രീൻഷോട്ട് മൊത്തത്തിലെടുത്തിട്ട് റോബിൻ പുറത്ത് വിട്ടതുകൊണ്ട് അവരുടെ ഐഡൻറ്റിറ്റി പ്രശ്നമായി. അവർക്കെല്ലാം തുരുതുര കോൾ വരുന്നു. അവർക്കൊക്കെ ഭയങ്കര സാരമായ പേഴ്സണൽ ലൈഫിൽ ഇഷ്യൂസ് വന്നതുകൊണ്ട് അവരൊക്കെ കേസായിട്ട് പോകുന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളായിട്ട് ഇനി അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഗെയിൻ എടുത്ത് അവരുടെ സ്ക്രീൻഷോട്ടും ഫോൺ നമ്പറും അവരുടെ ട്രാൻസാക്ഷൻ ഐ ഡിയൊക്കെ സാധനം എടുത്ത് പുറത്ത് വെക്കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം റോബിൻ ഒരു പബ്ലിക്കിലേക്ക് ഒരു ഡോക്യുമെൻ്റ് മൊത്തത്തിൽ വിട്ടതാണ്. അതായത് റോബിൻ സെറ്റിൽ ചെയ്ത പൈസയുടെ കണക്കുകൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ. ഇതിനകത്ത് നിന്നിട്ടാണ് ഒരു പെർട്ടിക്കുലർ സ്ക്രീൻഷോട്ടിനകത്ത് ഞാനടക്കം പലരും ഒരു കാര്യം ക്ലാരിറ്റി വരണം എന്ന് പറഞ്ഞ് റോബിനോട് ചോദിച്ചത്. അത് ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്ത സമയത്ത് 2 ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് കണ്ടതാണ്. ഓക്കെ, അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. കാരണം ജസ്റ്റ് ഗൂഗിൾ പേയിൽ നമ്മളിനി എൻ്റെ പേര് പോലും 2 ഫ്രം എന്ന് പറഞ്ഞ് സേവ് ചെയ്താൽ അടക്കം അങ്ങനെ വരില്ല. കാരണം നമ്മൾ എന്താണോ ഗൂഗിൾ പേയിൽ കൊടുത്ത പേര് അത് മാത്രമേ അതിൽ കാണിക്കുള്ളൂ, 2 ഫ്രം വരില്ല. ആ സാഹചര്യത്തിൽ ഞാൻ ഒന്നുകൂടി ഡീപ്പായിട്ട് അത് തപ്പിയ സമയത്തും എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചും എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതിയതിൽ നിന്നും ഞാൻ തന്നെ ട്രൈ ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാനൊരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേയിൽ അക്കൗണ്ട് ടു അക്കൗണ്ട് അയക്കാമല്ലോ. അപ്പോൾ അക്കൗണ്ട് അയക്കുന്ന സമയത്ത് അടിയിൽ പേ നെയിം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് കൊടുത്താൽ, ഓക്കെ, ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് കൊടുത്താൽ അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് മുകളിൽ 2 ഫ്രം, കാരണം 2 എന്നുള്ളത് ആർക്ക് അയക്കുന്നു, ബാക്കി ഫ്രം എന്താണോ ഞാൻ പേരടിച്ചത് ഫ്രം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് വരാം. ഓക്കെ, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. ഇനി പലരും ചോദിക്കും, അപ്പോൾ നീ അബിൽ ദേവിനെ വിളിച്ച സമയത്ത് അബിൽ ദേവ് അങ്ങനെ ഒരു കാശ് വന്നിട്ടില്ല എന്ന് പറഞ്ഞതോന്ന് ചോദിക്കും. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അബിൽ ദേവിനെ വിളിച്ച് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതിൻ്റെ വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. മൈനെറ്റയിലടക്കം ഞാൻ വെച്ച് പറഞ്ഞൊരു കാര്യം, SBI അക്കൗണ്ട് റോബിനില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ മൊത്തം ഡോക്യുമെൻ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ട് സംശയം, അബിലിനോട് ഞാൻ വിളിച്ച് ചോദിച്ചത്, അബിൽ ദേവ് ഈ പറഞ്ഞ SBI അക്കൗണ്ട് റോബിനുണ്ടോ, നിങ്ങളുടെ അറിവിലുണ്ടോ? ആ ഒരു അറിവ് അബിൽ ദേവിനില്ല. അങ്ങനെ ഒരു SBI അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് റോബിൻ്റെ പേരിലൊരു കാശ്, അല്ലെങ്കിൽ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ SBI അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാശ് വന്നിട്ടുണ്ടോ? അന്നേ ദിവസം ഈ ഡേറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴും അബിൽ പറഞ്ഞു ഇല്ല, ഒരു SBI അക്കൗണ്ട് റോബിൻ്റെ പേരിൽ ഉള്ളതായിട്ട് എനിക്കറിയില്ല, അങ്ങനെ ഒരു കാശ് എനിക്ക് വന്നിട്ടില്ല. ഓക്കെ, ഞാൻ അവിടെ എവിടെയും വേറൊരു വ്യക്തി നിങ്ങൾക്ക് റോബിൻ്റെ പേരിൽ കാശ് അയച്ചോ എന്നുള്ളത് അബിലിനോട് ചോദിച്ചിട്ടില്ല. ഫൈൻ, ഞാൻ രാവിലെ എനിക്ക് റോബിൻ അടക്കമുള്ളവർ അയച്ചു തന്ന ഒരു ഡോക്യുമെൻസിൻ്റെ അകത്ത് റോബിൻ സെറ്റിൽ ചെയ്ത പൈസയാണ്. റോബിനും എന്നോട് പറഞ്ഞിട്ടില്ല വേറൊരാളെ വെച്ച് അബിൽ ദേവിന് പൈസ കൊടുത്തതാന്നുള്ളത്. അത് റോബിൻ എന്നോട് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് റോബിനോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? റോബിൻ എന്താ പറഞ്ഞ് പബ്ലിക്കിൽ റോബിൻ പറഞ്ഞാൽ എന്താ, ഈ ഫുള്ള് ഡാറ്റ ഒരു കെട്ട് മറ്റേ സ്ക്രീൻ റെക്കോർഡുകളും സ്ക്രീൻഷോട്ടൊക്കെ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് അത് ഗൂഗിൾ ഡ്രൈവ് ആയിട്ടൊക്കെ ഇട്ട സമയത്ത് അതിനകത്ത് റോബിൻ പറഞ്ഞത് ഇത് ഞാൻ സെറ്റിലാക്കിയ പൈസയാണ്. ആ ഞാൻ സെറ്റിലാക്കി എന്ന് പറയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അയച്ചു കൊടുത്ത പൈസകളായിരിക്കണം അല്ലേ, എല്ലാം അക്കൗണ്ട് ത്രൂ പോയെന്നാണ് റോബിൻ പറഞ്ഞത്. വേറൊരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ അബിൽ ദേവിൻ്റെക്ക് പൈസ ഇട്ടതിൻ്റെ പ്രൂഫും കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളത് റോബിൻ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ റോബിൻ്റെ വീഡിയോയിൽ സായിക്കും വേദലക്ഷ്മിക്കും ഉളുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതായത് എന്നെ വിളിച്ച് സംസാരിച്ചൂടെ എന്നൊക്കെ പറഞ്ഞു.
റോബിനോട് തന്നെ ആ വീഡിയോൻ്റെ അടിയിൽ തന്നെ റോബിൻ എനിക്ക് മാപ്പ് പറഞ്ഞ് സോറി പറഞ്ഞൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. റോബിന് കാര്യം മനസ്സിലായി. കാരണം റോബിന് ഏതൊക്കെ ഘട്ടങ്ങളിൽ സഹായിച്ചൊരു വ്യക്തിയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടില്ല, വിളിച്ച് പറയാനും എനിക്ക് താല്പര്യമില്ല. അത് ഞാനൊരു വ്യക്തിയെ സഹായിച്ചതാണെന്ന് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ റോബിൻ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി നമുക്കാ തരണ്ടേ, മനസ്സിലായില്ലേ? നമ്മൾ ഒരു ക്ലാരിറ്റി ചോദിക്കുമ്പോൾ അതിന് ക്ലാരിറ്റി നമുക്ക് തരികയാണ് വേണ്ടത്. അല്ലാതെ അതിൻ്റെ മുകളിൽ പ്രൊവോക്ഡായിട്ട് നമുക്ക് ഉളുപ്പുണ്ടോ നാണുണ്ടോ എന്നല്ല. കാരണം ഇതിൽ ഞാൻ ആരുടെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ട് പറ്റിച്ചിട്ടില്ല. ഞാൻ ഇന്നേ വരെ ഒരാൾക്ക് അങ്ങോട്ട് കൊടുത്ത് സഹായിച്ചു എന്നല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങി ആരെയും ചതിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു സംഗതി എൻ്റെ മൈൻഡിലില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയല്ല, മനസ്സിലായി? ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ പൈസ മേടിച്ചിട്ട് കൊടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ അത് സഞ്ജു സാംസണാണ്. സഞ്ജുവിന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് എന്നും ഒരു കടപ്പാട് ആ മനുഷ്യനോട് വേണം. അതിൻ്റെ കഥ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു 50,000 രൂപേൻ്റെ കേസ് ഞാൻ കൊടുക്കൂല. അത് ഞാൻ എവിടെ വേണേൽ പറയാം. ഞാൻ ആ പൈസ കൊടുക്കാൻ കണ്ടിട്ടില്ല. കാരണം എൻ്റെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സമയത്ത് എന്നെ സഹായിച്ച ഒരു വ്യക്തി, ആ സഹായം എന്ന് ഞാൻ ഓർത്തിരിക്കണം. എനിക്കിപ്പോൾ ആ പൈസ കൊടുക്കാൻ ഇല്ലാഞ്ഞിട്ടോ ആ വ്യക്തിക്ക് ആ പൈസ കിട്ടിയിട്ട് ആവശ്യം ഉണ്ടായിട്ടോ അല്ല. ഒരു സാധനം, ഒരു ബോണ്ടിന് വേണ്ടി അവിടെ അതൊരു ഞാൻ എന്നും ഉണ്ടല്ലോ ആ മനുഷ്യനോട് ഒരു കടപ്പാടിന് അതെനിക്ക് വേണം എന്നുള്ളതുള്ളതുകൊണ്ടാണ് ഞാനത് വെച്ചുള്ളത്. അത് മാത്രമേ എൻ്റെ ലൈഫിലൊരു കടമായിട്ടുള്ളൂ. അത് കടമായിട്ടല്ല ഞാൻ കൂട്ടുന്നത്, അതൊരു റിലേഷൻ അങ്ങനെയാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഇതാണ് എൻ്റെ ലൈഫിൽ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാനൊന്നും എന്താ പറയുക, എന്നോടൊന്നും ഒന്നും ഉളുപ്പിൻ്റെ കാര്യമൊന്നും റോബിൻ സംസാരിക്കരുത്, മനസ്സിലായില്ലേ? കാരണം റോബിൻ ഇപ്പം ഇരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഡേ ബൈ ഡേ ഓരോ ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ ഓരോരുത്തർ പറഞ്ഞു തരികയാണ്. ഇതെല്ലാം വിളിച്ച് ഞാൻ റോബിനോട് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ മാൻ. നീ ഇപ്പം ഉള്ള ആ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. നീ ഇപ്പം വീണ്ടും ഒരു വേസ്റ്റ് ബിന്നുണ്ട്, ആ ബിന്നിൽ നിന്ന് രക്ഷപ്പെടണം നീ. അത് നിൻ്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്, ഞങ്ങൾ ആരുടെയും റെസ്പോൺസിബിലിറ്റി അല്ല. ഓക്കെ? അപ്പോൾ അത് നിൻ്റെ പ്രശ്നമാണ്. അതിനകത്ത് നീ പ്രൊവോക്ഡായിട്ട് നമുക്ക് ഉളുപ്പുണ്ടോ നമുക്ക് അതിൻ്റെ ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കൊടുക്കാനുള്ള കാശ് കൊടുത്തിട്ട് ബാക്കി വർത്താനം പറയുക. ഇതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. അപ്പോൾ ഈ വിഷയത്തേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അബിലിനോട് ഞാൻ വിളിച്ച് ചോദിച്ചത് ഇത്ര മാത്രമാണ്. അബിലെ, ഇങ്ങനൊരു SBI അക്കൗണ്ടിൽ റോബിൻ്റെ പേരിൽ നിന്ന്, അല്ലെങ്കിൽ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ SBI അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാശ് വന്നിട്ടുണ്ടോ? ഫെയർ ഇനഫ്, അതിന് കാശ് വന്നിട്ടില്ല. കാരണം റോബിൻ്റെ പേരിലുള്ളൊരു SBI അക്കൗണ്ട് ഇല്ല, അതിന് കാശും വന്നിട്ടില്ല. ലേറ്റർ ഓൺ ഈ സ്ക്രീൻഷോട്ടും സാധനങ്ങളും പുറത്ത് വിട്ട സമയത്ത് ഞാൻ അബിലിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു ഇന്ന വ്യക്തി, ഒരു P വെച്ച് പേരുള്ള ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് വന്നിട്ടുണ്ട്. ഓക്കെ? അത് റോബിൻ്റെ പൈസയായിട്ട് തന്നെയാണോ നിങ്ങൾക്ക് വന്നേ? അതെ, റോബിൻ്റെ പൈസയായിട്ടാണ് വന്നത്. അപ്പോൾ അവിടെ ആ വിഷയം തീർന്നു. ഓക്കെ? സ്ക്രീൻഷോട്ടിൻ്റെ ക്ലാരിറ്റി കിട്ടി. ആ പൈസ, ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് അബിൽ ദേവിന് റിസീവ് ആയി. ഇനി ഈ റോബിൻ്റെ വിഷയം, ബാദുഷേൻ്റെ വിഷയം പറയുന്നതിന് മുന്നേ 1-2 കാര്യം പറയാൻ ക്ലിയർ ചെയ്യാണ്. റോബിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു, കുറച്ചധികം നേരം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചപ്പോൾ റോബിൻ പറഞ്ഞത് റോബിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന എല്ലാ കാശും റോബിൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. ഓക്കെ? അത് കൊടുത്തു. ബൈ ഹാൻഡ് റോബിൻ ആകെ 50,000 രൂപയുടെ കാര്യം മാത്രമാണ് പറയുന്നത്. 50,000 രൂപ. ഓക്കെ? പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് അബിൽ ദേവ് 20 ലക്ഷത്തിൽ കൂടുതൽ രൂപ ബൈ ഹാൻഡ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ? 20+ lakhs. അതിൽ തന്നെ ഒരു 20 ലക്ഷം വലിയ എമൗണ്ട് കൊടുത്തത് കോഴിക്കോട് കുറ്റിക്കാട്ടൂർ വെച്ചിട്ടാണെന്നും പറയുന്നുണ്ട്. ഫൈൻ. ആൻഡ് ബാക്കി എമൗണ്ടുകളും കണക്കുകളും ഒക്കെ അബിലിൻ്റെ കയ്യിലുണ്ട്. അന്വേഷണമോ കാര്യങ്ങളോ വിഷയമോ വരുമ്പോൾ അത് ആ വഴിക്ക് പോലീസുകാർ അന്വേഷിക്കട്ടെ. ഒരു സൈഡിൽ നിന്ന് ബൈ ഹാൻഡ് മേടിച്ചിട്ടില്ല എന്ന് പറയുന്നു, ഒരു സൈഡിൽ ബൈ ഹാൻഡ് മേടിച്ചു എന്ന് പറയുന്നു. ആൻഡ് അബിൽ ഒരു കാര്യം കൂടി കൺഫേം പറഞ്ഞു, ബൈ ഹാൻഡ് മേടിച്ച പൈസകളൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ട് ക്ലിയർ ചെയ്തു റോബിൻ. എന്നാൽ അക്കൗണ്ട് ടു അക്കൗണ്ട് ഇട്ട പൈസകളൊന്നും ഇനിയും ക്ലിയർ ചെയ്തിട്ടില്ല, അത് തരാൻ ബാക്കിയുണ്ട്. അതുകൊണ്ടാണല്ലോ സായി എനിക്ക് ഈ റോബിൻ എന്ന് പറഞ്ഞ വ്യക്തി വീഡിയോസ് ചെയ്തു തരുന്നത്. അപ്പോൾ റോബിനോട് ഞാൻ ചോദിച്ചു, റോബിനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ അബിൽ ദേവിന് വീഡിയോസ് ചെയ്തു കൊടുക്കുന്നത്? ഒരു ക്ലാരിറ്റി നമുക്ക് വേണ്ടേ? കാരണം ഒരു വ്യക്തി ഇങ്ങനെ വീഡിയോ ചെയ്തു കൊടുക്കുകയാണ്, ഞാൻ ഇനിയും കാശ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഞാൻ കംപ്ലീറ്റ് ആക്കി കൊടുക്കാണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിച്ചു പോകുമല്ലോ. അപ്പോൾ റോബിൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ വീഡിയോസ് ചെയ്യിച്ചതാണ്. എഗെയിൻ അത് റോബിൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഭീഷണിപ്പെടുത്തിയതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് വേണ്ടേ കളിയാ? എൻ്റെ ഒരു ഡൗട്ടാണ്. ഇപ്പം അബിൽ ദേവ് ബൈ ഹാൻഡ് കാശ് കൊടുത്തു എന്ന് പറയുന്നതിൽ ഞാൻ അബിലിനോട് പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ?
എവിടെ വെച്ച് എപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് എത്ര, ഇതിനൊക്കെ പ്രൂഫുകൾ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടോ? വോയിസ് റെക്കോർഡുകളുണ്ടോ? അതിൽ പറയുന്നതുണ്ട്. പോലീസ് കേസാവുന്ന സമയത്ത് കൃത്യമായിട്ട് അതവിടെ കൊണ്ടുപോയി കൊടുക്കാം. കാരണം കേസാക്കി വിട്ടതാണല്ലോ. ഇനി അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട. അല്ലാത്ത സാധനങ്ങൾ ഇനി എന്തെങ്കിലും ഇടാൻ മാത്രം പാകത്തിനുണ്ടെങ്കിൽ ലീഗൽ ടീമിനോട് ചോദിച്ച് ഇടുന്നും പറഞ്ഞു. അതുപോലെ റോബിനോടും പറയാനുള്ളത് കേസായതല്ലേ, ഇതുപോലെ റോബിനെ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളുണ്ടെങ്കിൽ ലീഗൽ ടീമിനോട് ചോദിച്ചിട്ട് റോബിനും പുറത്തിട്ടോ. ഓക്കെ, അപ്പോൾ ഒരാൾ പറയുന്നു ഭീഷണിയുടെ മുകളിലാണ് ഇത്രയും പൈസ കൊടുക്കാനുണ്ട് എന്നുള്ളത് വീഡിയോയിൽ സമ്മതിച്ചത് എന്നുള്ളത്. അവിടെ അങ്ങനെയാണെങ്കിൽ ഒരു മിസ്മാച്ച് ഉണ്ട് എനിക്ക് റോബിൻ്റെ ഭാഗത്തൊരു സംശയം. കാരണം ലാസ്റ്റ് വീഡിയോ അബിൽദേവിന് റോബിൻ ലാസ്റ്റ് എടുത്തു കൊടുത്ത വീഡിയോ ഒരേ കാരണത്തിരുന്ന് രണ്ട് വീഡിയോ ഓക്കെ, അത് ഭീഷണിയുടെ മുകളിൽ വരുമോ എന്നുള്ളത് എൻ്റെ ഒരു ജെന്യുവിൻ ഡൗട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഡൗട്ടുണ്ട്. അതായത് ഒരു വ്യക്തി ഭീഷണിയെ തുടർന്ന് ഒരൊറ്റ വീഡിയോ എടുക്കുമ്പോൾ അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ എന്തെങ്കിലും ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇതൊരു ഭീഷണിയുടെ മുകളിൽ ചെയ്ത വീഡിയോ ആണ്. പക്ഷേ ലാസ്റ്റ് ഇവർ രണ്ടുപേരും ഇത്ര പൈസ ഇന്ന ഡേറ്റിന് സെറ്റിൽ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഡേറ്റിന് ഇന്ന് ഇത്ര ഡേറ്റാണ് എനിക്കൊരു പൈസ തരുമോ എന്ന് ചോദിച്ച വീഡിയോയിൽ എവിടെയും ഒരു ഭീഷണിപ്പെടുത്തി വീഡിയോ എടുക്കുന്ന ഒരാളുടെ ഭാവം അബിലിനുമില്ല. ഭീഷണിയെ തുടർന്ന് വീഡിയോ എടുക്കുന്നൊരു ഭാവം അല്ലെങ്കിൽ വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ റോബിൻ്റെ മുഖത്തും കാണാനില്ല. അതെന്താ? ആ രണ്ട് വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഒരേ ഡേറ്റിന് ഒരേ കാരണത്തിരുന്ന് രണ്ട് രീതിയിലുള്ള വീഡിയോ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ അബിൽബ്രോ ആണ്. ഇന്ന് മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം 20-ാം തീയതി പറഞ്ഞിരുന്നു. അപ്പോൾ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. അതിൽ ഈ വരുന്ന മെയ് 28-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ, ജൂൺ 5-ാം തീയതി അന്ന് ബാലൻസ് 5 ലക്ഷം രൂപ, ജൂൺ 10-ാം തീയതി അന്ന് 5 ലക്ഷം രൂപ. അപ്പോൾ ടോട്ടൽ 20 ലക്ഷം രൂപ അന്ന് ക്ലിയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജൂൺ 15-ാം തീയതി അന്ന് 25 lakhs കൂടെ ചേർത്തിട്ട് കംപ്ലീറ്റ് എമൗണ്ട് അന്നത്തോടു കൂടി ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് ഹാപ്പി ആയിട്ട് പിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതിനുവേണ്ടി ഒരു എന്താ പറയുക, എവിഡൻസ് ആയിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നമ്മൾ പരസ്പര ധാരണയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഈ വീഡിയോൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഇനി അല്ല ഫോറൻസിക്കിലൊക്കെ കൊടുത്ത് പരിശോധിക്കേണ്ട ഒരു മക്കളെ. ബട്ട് ക്യാഷ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാൾ ഭീഷണിപ്പെടുത്തി വീഡിയോ എടുപ്പിക്കുന്നു, മറ്റാൾ ഭീഷണിയെ തുടർന്ന് വീഡിയോ എടുക്കുന്നു. ആ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ഈ കണ്ടത്. ഒരാൾ പറയുന്നു 43 ലക്ഷത്തി ചില്ലറ രൂപ കൊടുക്കാനുള്ള വ്യക്തിക്ക് കൊടുത്തു തീർത്തു, ഇനി 1 രൂപ കൊടുക്കാനില്ല. ആ വ്യക്തി എന്നെ വന്നിരുന്നിട്ട് ഈ മെയിൽ പറയുകയാണ്, ഇല്ല ഇനിയും 10, 20, 30, 40 ആയിട്ട് ഇനിയും കൊടുക്കാനുണ്ട് എന്നുള്ളത്. എന്തുവാണ് ഇത്? അത് പോട്ടെ. ഏയ്യോ, ഇതാകെ കൺഫ്യൂഷൻ ആവുന്നത് എവിടെ അറിയോ? ഇതിൽ എങ്ങനെയെങ്കിലും ഒരു പോലീസ് അന്വേഷണം നടത്തുക. മനസ്സിലായി? പോലീസ് അന്വേഷണം നടത്തുക. ബൈ ഹാൻഡ് കൊടുത്ത കാശിന് ഒരാളോട് ചോദിക്കുമ്പോൾ അയാളത് പോലീസിന് കൊടുക്കാൻ തെളിവെന്ന് പറഞ്ഞു. ഇപ്പുറത്ത് ഭീഷണിപ്പെടുത്തിയതിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അത് പോലീസ് അന്വേഷണത്തിൽ തെളിയിച്ചോട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ദയവ് ചെയ്തിട്ട് ഇനി നിങ്ങൾ രണ്ടുപേരും ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാതിരിക്കുക. അത്രേ നിങ്ങളോട് പറയാനുള്ളൂ. ഇനി ഇതേ കാരണത്തിരുന്ന് ഭീഷണിയുടെ സ്വരം വീണ്ടും നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സുവിധ അബിൽബ്രോ. ഇന്ന് മെയ് 18. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇമ്മ്യൂണോതെറാപ്പിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് 200 mgക്ക് 5 ലക്ഷം രൂപ ആവുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ആണ്. എനിക്ക് 1 രൂപ വേണം. അപ്പം തോന്നുകയാണെങ്കിൽ മാത്രം എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഇന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാനത് വന്നിട്ട് വ്യാഴാഴ്ച അന്ന് ഈവനിങ് 4 മണിക്കകത്ത് 1 ലക്ഷം രൂപ ഒരു മാറ്റവും ഇല്ലാതെ ഞാനത് തിരിച്ചു കൊടുക്കാം. ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. മനുഷ്യത്വമുണ്ട്, സ്നേഹം ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. വ്യാഴാഴ്ച, അതായത് ഈ വരുന്ന വ്യാഴാഴ്ച, ഇന്ന് മെയ് 18, അത് കഴിഞ്ഞിട്ടുള്ള ഈ വരുന്ന വ്യാഴാഴ്ച അന്ന് 1 ലക്ഷം രൂപ ഞാൻ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഹെൽപ്പ് ചെയ്യണം. അവസ്ഥയാണ് അമ്മയുടെ ഒരു കാര്യമാണ്. ഞാൻ സത്യം ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ എനിക്കൊരു ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്താണ് ചോദിക്കാൻ തോന്നിയത്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇച്ചിരിയെങ്കിലും തോന്നുകയാണെങ്കിൽ എനിക്കൊരു 3 മണിക്കകത്ത് ഒന്ന് ഇന്ന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വ്യാഴാഴ്ച ഈവനിങ് 6 മണി വെച്ചോ, പക്ഷേ 4 മണിക്കകത്ത് ഞാനത് 1 രൂപ തിരിച്ച് ട്രാൻസ്ഫർ ചെയ്തേക്കാം. ഒന്ന് ഹെൽപ്പ് ചെയ്യണേ, പറ്റിയെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.
എന്തോ ഒരു കഥയാണിത്. ഇത് ഏത് ലൂപ്പിലാണ് ഇപ്പോൾ മലയാളികൾ പോയി പെട്ടത്? എല്ലാ മലയാളികളും കേട്ടോ ഈ വീഡിയോ കാണുന്നവർ, ഞാനടക്കം ഞാൻ ചിന്തിച്ചു പോവാണ്. ഭീഷണി എന്ന് പറയുന്നുണ്ട് ഇതിൽ. പൈസ ഞാൻ ബൈ ഹാൻഡ് മേടിച്ചതിന് തെളിവുണ്ടോ എന്ന് ഒരാൾ ചോദിക്കുന്നു. ഒരാൾ ബൈ ഹാൻഡ് കൊടുത്തു എന്ന് പറയുന്നു. രണ്ടാമത് ഒരാൾ ഭീഷണി എന്ന് പറയുന്നു. പിന്നെയും ഞാൻ ഇനി ഒരു കാശും കൊടുക്കാനില്ല, 43 ലക്ഷം ഞാൻ സെറ്റിൽ ചെയ്തു, അല്ലെങ്കിൽ ഇനി എനിക്ക് ഇങ്ങോട്ട് 60,000 രൂപ തരാനുള്ള ഒരാളാണ് എനിക്കെതിരെ ഇപ്പോൾ ഈ പത്രസമ്മേളനവും എൻ്റെ വീഡിയോ ഓഡിയോ പുറത്തിട്ടെന്ന് പറയുന്ന റോബിൻ. പിന്നെ എന്തിനാ ഈ രണ്ടാമത് പോയി അയാളോട് കാശ് ചോദിക്കുന്നത്? പിന്നെ എന്തിനാ ചോദിച്ചേ? ഈ ഒരു ക്ലൂ കിട്ടുന്നില്ല അതിനകത്ത്. ഓക്കെ, എന്താണെങ്കിലും വട്ട് ക്യാഷായി മാറിയിരിക്കുകയാണ് ഇവരുടെ കേസിൽ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ചുമ്മാ പറഞ്ഞത് ഒരു പനമരയുടെ കാര്യം. ദുബായിലൊരു പോർഷെ പനമര ഉണ്ടല്ലോ, അതാണല്ലോ പോർഷെ പനമര അവിടെ മേടിച്ചു എന്നാണ് റോബിൻ്റെ വേർഷൻ. അപ്പോൾ അത് വിറ്റ് കാശ് കൊടുത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു വ്യക്തി മെസ്സേജ് ഇട്ട് പറഞ്ഞു, സായി ബ്രോ പണ്ട് ബിഗ് ബോസിന് ഇറങ്ങിയ സമയത്ത് ഒരു 2022 സമയത്തൊക്കെ റോബിന് കൊച്ചിയിലൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നതായിട്ട് സായി ബ്രോയ്ക്ക് ഓർമ്മയുണ്ടോ? ഒരു ഫ്ലാറ്റ് ഉണ്ട് സ്വന്തമായിട്ട് എന്നൊക്കെ റോബിൻ പറഞ്ഞിരുന്നു. ഒരു ഒക്ടോബർ നവംബർ സമയത്തൊക്കെ, ഒരു 2022 സെപ്റ്റംബർ കഴിഞ്ഞതിന് ശേഷം. ആ ടൈമിലൊക്കെ അങ്ങനെ ഒരു ഫ്ലാറ്റ് കയ്യിലുണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് ഇന്ന് വിറ്റോ അതോ കയ്യിലുണ്ടോ എന്ന് നമുക്കറിയില്ല. അത്രയും വലിയൊരു ഫ്ലാറ്റ് കൊച്ചിയിൽ എടുക്കണം ആ ടൈമിൽ എന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല സംഖ്യയുള്ള പരിപാടിയായിരിക്കുമല്ലോ. അപ്പോൾ ആ ഫ്ലാറ്റുകളൊക്കെ വിറ്റിട്ട് ആ ഫ്ലാറ്റൊക്കെ വിറ്റ് പൈസ ഫുള്ളാക്കി കൂടെ? അതും ഇനി ഇതിലൊക്കെ വല്ല ചതിയും പറ്റിയോ എന്നൊക്കെ അങ്ങനെ ചുമ്മാ ഒരു ക്യൂരിയോസിറ്റി കാരണം ചോദിച്ചു. അങ്ങനെ ഞാൻ ഇതിന് പിന്നിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് വേറെ കുറേ കഥകളാണ് കേൾക്കുന്നത്. മനസ്സിലായോ? ഈ ഫ്ലാറ്റ് വിറ്റു എന്നും ഫ്ലാറ്റ് വിറ്റതിൽ നിന്നൊരു ഇത്രയോ സംഖ്യ ഈ വ്യക്തിക്ക് റോബിന് കിട്ടാനുണ്ട് എന്നുള്ളതൊക്കെ റോബിൻ തന്നെ കുറേ ആൾക്കാരോട് പറഞ്ഞിട്ട് അവർ കുറേ പേര് ഫ്ലാറ്റിൽ പോയി അന്വേഷിച്ച സമയത്ത് ആ ഫ്ലാറ്റ് ലീസിലായിരുന്നു എന്നുള്ളതും, ആ ഫ്ലാറ്റിൻ്റെ ഉടമ ഇത് ലീസിലാണ് എന്നുള്ളത് ഇവരോട് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് റോബിന് കാശ് കൊടുത്തില്ല ബാക്കി, അതായത് ഈ ഫ്ലാറ്റിൻ്റെ ബാക്കി പൈസ, ഫ്ലാറ്റ് വിറ്റതിൻ്റെ ബാക്കി പൈസ കിട്ടുമ്പോൾ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരോട് എന്തോ എമൗണ്ട് മേടിച്ചു എന്നുള്ളതാണ് കാര്യം. പക്ഷേ ആക്ച്വലി ലീസിലിരുന്ന വീട് മീൻസ് ഫ്ലാറ്റ് കേട്ടോ, ലീസിലിരുന്ന ഫ്ലാറ്റ്, ആ ഫ്ലാറ്റ് ലീസ് കഴിഞ്ഞ് ഇവർ ഇറങ്ങുന്ന സമയത്ത് റോബിൻ അത് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ഈ ലീസിലിരുന്ന മുതലാളിക്ക് തന്നെ വിറ്റുന്നാക്കി. ആ മുതലാളീൻ്റെ അവസ്ഥ ആലോചിച്ചേക്കണേ. അപ്പം ഞാനിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞതിനോട്, ആ ടൈമിൽ അയാൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അയാൾ ഇനി സ്വന്തം ഫ്ലാറ്റാന്ന് പറഞ്ഞാലും അയാൾ എന്നോട് കുറച്ച് റീസൺസ് പറഞ്ഞു, അതൊന്നും പുറത്ത് പറയണ്ട, ഞാനും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ആ വ്യക്തിനോട്, ഈ ഓണർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്, സായി ഇന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കേട്ട ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അതായത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര കോടി വരും, അപ്പം നിങ്ങൾ ഇത്ര കോടി എടുത്തു എന്നുള്ളതും, അല്ലെങ്കിൽ പൈസ ഇത്ര ഫണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് വരാനുണ്ട്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ED പൂട്ടിച്ചു, ഓക്കെ, കുറേ ഫണ്ട് കൂടിയതുകൊണ്ട് അങ്ങനെ 5 കോടി ബ്ലോക്കായി, അപ്പോൾ നിങ്ങൾ എനിക്ക് പൈസ തരുമോ എന്നൊക്കെ ഈ വ്യക്തിയോട് ചോദിച്ചതായിട്ടൊക്കെ ഈ വ്യക്തിനോട് പറഞ്ഞത് ഈ ഫ്ലാറ്റിൻ്റെ ഓണർ പറഞ്ഞത് ഈ BJP കഥ 2022 തന്നെ ഈ BJP കഥ പറഞ്ഞ് ഈ വ്യക്തിയോട് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതായത് BJP പോയാൽ ഇത്ര കോടി രൂപ കിട്ടും, ആ കോടി രൂപ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അപ്പോൾ ദുബായിൽ ഈ പൈസ വരണം, അപ്പോൾ ബ്രോ ദുബായിലായതുകൊണ്ട് ബ്രോക്ക് അതവിടെ ഡീൽ ചെയ്യാം, ബ്രോക്ക് ആ സെറ്റിൽമെൻറ്റിനുള്ള പൈസ ബ്രോ കൊടുത്തിട്ട് ബാക്കി എനിക്ക് ദുബായിൽ നിങ്ങോട്ട് അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തിയോട് ഭയങ്കര കൺവിൻസിങ് ആയി തോന്നുന്നു. ആ വ്യക്തി ഒരു രൂപ ഈ റോബിൻ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. ഓക്കെ, ഫ്ലാറ്റ് ലീസിന് റെൻറ്റിന് കൊടുത്തു, അത് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഈ റോബിൻ്റെ വേർഷൻ എന്ന് പറഞ്ഞ് കേട്ട ഒരു സാധനം, ഇപ്പോൾ ആ ഫ്ലാറ്റിനകത്ത് 10-15 ലക്ഷം രൂപയുടെ ഫർണിഷിങ് പരിപാടി ചെയ്തു, ഇറങ്ങിപ്പോരാൻ നേരത്ത്, ഇത് റോബിൻ പറഞ്ഞതല്ല കേട്ടോ, റോബിൻ വേറൊരു വ്യക്തിയോട് പറഞ്ഞത്, എന്നോട് പറഞ്ഞതാണ്, ആ ലീസിൻ്റെ പൈസ അങ്ങനെ പോയി 10-15 ലക്ഷം രൂപയുടെ ഫർണിച്ചറിൻ്റെ പണിയൊക്കെ എടുത്തതുകൊണ്ട് അവിടെ ലോസ് വന്നു, നഷ്ടം വന്നു. പിന്നെ അത് റിക്കവർ ആവാൻ വീണ്ടും കടം വാങ്ങേണ്ട ഒരു അവസ്ഥയ്ക്ക് പോയി. അങ്ങനെ ആ ഫ്ലാറ്റ് ഭയങ്കര ഒരു ചതിയായി പോയി, അതിൽ ഭയങ്കര പൈസ പോയി എന്നൊക്കെ ഉള്ളത് വേറൊരു വ്യക്തിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കുറച്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഞാൻ പറയാൻ കാരണം 2022 മുതൽ ഇങ്ങനത്തെ കഥകൾ ഉണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി ഡയറക്റ്റായിട്ട്, ഫ്ലാറ്റിൻ്റെ ഓണർ ഡയറക്റ്റായിട്ട് എനിക്ക് കൺവേ ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് വിശ്വസിക്കാതിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു.
ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇനി എൻ്റെയോ നിങ്ങളുടെയോ കയ്യിലൊന്നും നിൽക്കുന്ന ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറേ പേർക്ക് മണി ഇൻവോൾവ് ആയിട്ടുള്ളൊരു വിഷയമാണ് റോബിൻ്റെത്. റോബിന് എവിടെയെങ്കിലും ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ, റോബിനെ ആരെങ്കിലും എന്തെങ്കിലും വിഷയം പറഞ്ഞ് ഇതേപോലെ ഫണ്ട് റോൾ ചെയ്ത് കൊണ്ടുവന്നു, ഞങ്ങൾ നിന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്യിക്കാം അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ റോബിനത് തുറന്ന് പറയുക. ഓക്കെ, ഒരു മനുഷ്യന് ഇപ്പം എല്ലാവരും ബേസിക്കലി ചോദിക്കുന്നൊരു ചോദ്യമാണ് റോബിൻ്റെ കാര്യത്തിൽ, എന്തിനാണ് ബ്രോ ഇത്ര ഫണ്ട്? ചെറിയ പൈസകളൊന്നുമല്ല കേൾക്കുന്നത്, വലിയ വലിയ സംഖ്യകൾ, ചെറിയ സംഖ്യകളും ഉണ്ട്, അതും ഇല്ല എന്ന് പറയുന്നില്ല. ചെറിയ ചെറിയ സംഖ്യകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ കൊടുത്തവർ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൈസ ഒരു മനുഷ്യൻ്റെ എന്തിൻ്റെ ആവശ്യത്തിനായിരുന്നു? ഓക്കെ, അത് എന്താണ് പറ്റി, ആര് ചതിച്ചു അല്ലെങ്കിൽ എവിടെ പറ്റിക്കപ്പെട്ടോ? നമുക്ക് അങ്ങനത്തെ ഒക്കെ കൺസേൺ ഉണ്ട്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കിയിട്ട് അയാളെ വീണ്ടും എന്ത് ചെയ്യുക, ഒരു ടൈം കൊടുക്കാം, അല്ലെങ്കിൽ അയാൾക്കൊരു സ്പേസ് കൊടുക്കാം, അയാൾ റിക്കവർ ആവട്ടെ എന്ന് പറയാം. അതൊരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ വിഷയം ഞാൻ പറഞ്ഞു, റോബിൻ്റെ വിഷയം ഇനി നിയമപരമായിട്ട് തീരട്ടെ. ഞാനിപ്പോൾ അതിൽ കൺക്ലൂഷൻ അതാ കണ്ടത്. അബിലിൻ്റെ വഴിക്ക് അത് നിയമപരമായിട്ട് തീർക്കട്ടെ, റോബിൻ്റെ വഴിക്ക് അത് നിയമപരമായിട്ട് തീർക്കട്ടെ. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ എഫക്റ്റഡ് ആവുന്നത് ഇവരുടെയൊക്കെ ഫാമിലിയാണ്, ഇവരുടെയൊക്കെ ബാക്കി റിലേഷൻസാണ്. അത് ഭയങ്കര വൃത്തികെട്ടൊരവസ്ഥയാണ്. അതിലേക്കൊന്നും കാര്യങ്ങൾ കൂടുതൽ പോവാതിരുന്നാൽ അവരവർക്ക് നല്ലത്. ഓക്കെ, ഇനി ബാദുഷ ബട്ട് ക്യാഷ് സീസൺ 2. അവിടെ സീസൺ 1 ആണ് റോബിൻ്റെ കേസിൽ ഓടുന്നത്, ബട്ട് ക്യാഷ് 1. ഇത് ബട്ട് ക്യാഷ് സീസൺ 2. ഇയാൾ നമുക്കറിയാം, ഹരീഷ് കണാരൻ വന്നിട്ട് പൈസ തരാണ്ടെന്ന് പറഞ്ഞതും അതിൻ്റെ വിഷയങ്ങളും, അതുകൊണ്ട് ബാദുഷ ബട്ട് ക്യാഷ് എന്നുള്ള ലൂപ്പിലേക്ക് ചാടിയത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതേ ഹരീഷ് കണാരൻ വന്ന് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്ലിമെൻറ്റ്സ് ആക്കി എന്ന് പറഞ്ഞപ്പോൾ ബട്ട് ക്യാഷ് തീർന്നു പോയി എന്നാവും ബാദുഷ വിചാരിച്ചത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നിച്ചിരിക്കുമ്പോഴേ കുറച്ച് നാളായിട്ട് ബാദുഷാന്റെ കമന്റ് ബോക്സിൽ ബെറ്റ് ക്യാഷ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ വീണ്ടും ഉയരുന്നുണ്ട്, വീണ്ടും ആ ഒരു ക്യാമ്പയിൻ തീർന്നിട്ടില്ല. അതിനെ കുറിച്ച് കണാരേട്ടൻ എന്താ പറയാനുള്ളത്? അല്ല, അത് തീർന്ന് ഞങ്ങൾ സംസാരിച്ചൊക്കെ സെറ്റായി. ഞങ്ങൾ അടുത്തൊരു പരിപാടിന്റെ പ്ലാനിങ്ങിലാണ്, അടുത്തൊരു പടത്തിന്റെ. ഒരു ഹ്യൂമർ പരിപാടിയാണ്, അങ്ങനെ മെയിൻ പരിപാടി അല്ല, ഒരു കൂട്ടപരിപാടി. ഒരേ നാളല്ലേ കൂട്ടക്കളി തമാശ കണ്ടിട്ട് നമുക്കൊരു കൂട്ടക്കളി തമാശ കാണാം ഉടനെ തന്നെ. എടാ, പറയുന്നവർ പറയട്ടല്ല, അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അത് നമ്മളിപ്പോഴും പോസിറ്റീവായിട്ട് എടുത്തോണ്ടിരുന്നത്, അത് വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? അല്ല, ഹരീഷേട്ടൻ തന്നെ ഒന്ന് ആഹ്വാനം ചെയ്തു, നിർത്ത് മതിയെന്ന്. അല്ല, അത് തീർച്ചയായിട്ടും നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിപാടികളൊക്കെ ഞങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ദയവ് ചെയ്ത് ബട്ട് ക്യാഷ് വേണ്ട, ആ വിഷയം ഇവിടെ ഒന്നും തീരില്ല മിസ്റ്റർ ഹരീഷ് കണാരൻ. ബട്ട് ക്യാഷ് എങ്ങനെ തീർന്നു പോകുന്നു തോന്നുന്നുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് തോന്നുന്നത് ഹരീഷ് കണാറിന് വരെ ചിലപ്പോൾ കാശ് കിട്ടി കാണൂല. ഹരീഷ് കണാറിന് ആകെ കിട്ടിയിട്ടുണ്ടാവും എന്താ അറിയോ, അടുത്തൊരു സിനിമ ചെയ്യാം, ആ സിനിമയിൽ വേണമെങ്കിൽ റോള് തരാം, അപ്പം നീ എന്ത് ചെയ്താൽ മതി, കാശിൻ്റെ കാര്യത്തിന് വല്ല ഷെയറും തന്നിട്ട് പൈസ പണം കൂടുകയാണെങ്കിൽ അതിന് പൈസ എടുത്തു എന്നൊക്കെ പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻറ്റ് നടത്തി കാണും. അല്ലാതെ ഹരീഷ് കണാറിന് മിസ്റ്റർ ബട്ട് ക്യാഷ് ബാദുഷയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ കിട്ടി സെറ്റിലാവും എന്നുള്ളത് എനിക്ക് കുറച്ച് ഡൗട്ടാണ്. ഓക്കെ, ബട്ട് ക്യാഷ് പിന്നെ ഇവിടെ തീരുമില്ല. നിങ്ങളാണ് തീർത്ത് വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ത് ആണ് വിടാൻ പറ്റുമോ നാട്ടുകാർക്ക്? കാരണം എന്താ, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്ന് പറഞ്ഞിട്ട് ബട്ട് ക്യാഷ് ഇങ്ങനെ പോവല്ലേ. ഞാൻ അവിടെ സൈഡിലൊരു സ്ക്രീൻ റെക്കോർഡിങ് വെക്കുന്നുണ്ട്. ബാദുഷ ഈ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ ദിലീപ് സിനിമയുടെ പേരിൽ വേറൊരു വ്യക്തിയിൽ നിന്ന് വാങ്ങിയ കാശ് തിരിച്ചു ചോദിക്കുന്ന സമയത്തുള്ളവരുടെ വാട്സാപ്പ് സ്ക്രീൻ റെക്കോർഡാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഒരു വോയിസ് പ്ലേ ചെയ്യാം. താൻ ലാഭം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലോട് വന്നത്, അല്ലെങ്കിൽ താൻ വരൂല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന കാശ് കണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ തന്നെ കാശ് തിരിച്ചു തരാം, അതിന് സമയം വേണം, അതിന് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. റോഷ അങ്ങനെ ബുദ്ധിമുട്ടി ചെയ്യണ്ട, നമുക്ക് ആയിട്ടില്ലെങ്കിൽ ആയില്ല എന്നൊന്ന് തുറന്നു പറഞ്ഞാൽ മതി, നമ്മൾ വേറെ എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് നടത്തും. ഇത് റോഷ് ഇങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് ഷിനോയി പോയത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി ഇതെല്ലാം ചെയ്തേനെ. കാര്യം ഇന്നലെ മുതൽ ആ ദിലീപേട്ടനെ ഞാൻ പോസ്റ്റും കൊടുത്ത് നിർത്തി വെക്കുവാണ്. അതുപോലെ 1-2 കേസുകൾ അത് ഷിനോയി ഏറ്റത് കൊണ്ട് ഞാൻ അങ്ങനെ ഏറ്റുപോയതാണ്. അത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇന്നലെ എന്നോട് അറിയിച്ചാൽ ഞാൻ വേറെ അറേഞ്ച്മെന്റ് നടത്തി അതെല്ലാം ക്ലിയർ ആയേനെ. ഇത് വാക്ക് പറഞ്ഞിട്ട് പാലിക്കാതെ വരുമ്പോൾ അത് ഭയങ്കര മോശമായി പോകും അവരുടെയൊക്കെ അടുത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, തന്നെ കാശ് കിട്ടും, ആ നിയമപരമായിട്ട് എന്ത് വേണേലും മുമ്പോട്ട് കൊണ്ടുപോക്കോ, കിട്ടുമല്ലോ, എപ്പോഴാണെങ്കിലും കിട്ടുമല്ലോ, എനിക്ക് സാവകാശം കിട്ടും, അപ്പൊ ഞാൻ തരാം. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരാള് ബാദുഷ, എന്നിട്ട് അതേ വോയിസ് കഴിഞ്ഞ്
ഈ ചങ്ങായി പൈസയും കൊടുത്ത്, അതായത് കൺവിൻസ് ചെയ്യണം ഒരാളെ, നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞങ്ങൾ മറ്റേയാളെ മാറ്റി, അപ്പം നിങ്ങൾക്ക് തരേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. പല രീതിയിലായിട്ട് ഒരുത്തന്നെ ഇന്ന് കാശ് മേടിച്ചിട്ട് ലാസ്റ്റ് അയാൾ ആ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ പറഞ്ഞ ടൈം, ഓൺ കോൺട്രാക്ട് ടൈം കഴിഞ്ഞിട്ടും പൈസ മുതൽ തിരിച്ച് കിട്ടാത്തപ്പോൾ ചോദിക്കുമ്പോൾ, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടതാണ്. ബാദുഷയാണെങ്കിലും വെറുതെ ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമില്ലല്ലോ സിനിമ എടുക്കുന്നത്, ആണോ? അല്ല. അപ്പോൾ ബാദുഷേനെ പോലെ തന്നെ ആ വ്യക്തിയും ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. ആ ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാം അയാൾക്ക് എന്നുള്ള അയാളെ കൺവിൻസ് ചെയ്തത് ബാദുഷയാണ്. അങ്ങനെയുള്ളപ്പോൾ അയാൾ തിരിച്ച് പൈസ ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ പോയി കേസ് കൊടുക്കണേ, ഞാൻ പിന്നെ കാണാം എന്ന് പറയുന്നത് അത് എന്ത് മൂഡാണ് മിസ്റ്റർ ബാദുഷ? ബട്ട് ക്യാഷ് വീണ്ടും വീണ്ടും ചോദിക്കും ബാദുഷേനോട്. ഓക്കെ, അതങ്ങനെയല്ലല്ലോ, മേടിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ അല്ലേ? അതങ്ങനെ, അതിന് ന്യായം അതല്ലേ, മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ ഇവിടെ ഒന്നും അതില്ല. ഇപ്പം റോബിൻ്റെ കേസിലാണെങ്കിൽ ബാദുഷയുടെ കേസിലൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടൊരു പാറ്റേൺ എന്താ അറിയോ, ചോദിക്കുമ്പോൾ ഭയങ്കര എളിമ, കൊടുക്കാൻ നേരത്ത് കൊടുക്കൂല. അപ്പം തന്നവൻ ചോദിക്കുമ്പോൾ പോലീസ് കേസ് പോലീസ് കേസ് കൊണ്ടുവരിക, പോലീസ് തീർക്കാം, ഇന്നെനിക്ക് കുറച്ച് സമയം. അതാണ് ഇവിടെ മെയിൻ. ഇതൊരു കേസായ, ഓക്കെ, ഇതൊരു പോലീസ് കേസായ പിന്നെന്താ, അതിൻ്റെ നിയമവും നൂലാമാലയൊക്കെ ആയിട്ട് ഇതിന് കുറേ സമയം കിട്ടും കൊടുക്കാനുള്ളവൻ. കിട്ടാനുള്ളവൻ ഗതികെട്ട് അലഞ്ഞ് നടക്കും ചെയ്യും. ലാസ്റ്റ് ആ കിട്ടാനുള്ളവൻ വിചാരിക്കും എന്തെങ്കിലും കിട്ടിപ്പോരട്ടെ. ആ പൈസ കൊടുത്തു. ഇപ്പോൾ ഈ ബാദുഷയുടെ കേസിൽ 1 കോടി ചില്ലറ കൊടുത്തവൻ ഇനി കേസ് നടത്താനോ വേറെ പൈസ ഇഞ്ഞോൻ്റെ നിന്ന് ചിലവാക്കണം. എന്നിട്ട് ഈ പൈസ ഇഞ്ഞോന് കിട്ടുക എന്നാ വർഷങ്ങൾക്ക് ശേഷം. മനസ്സിലായില്ലേ? ഹരീഷ് കണാരൻ ബുദ്ധിമാൻ ഇതിനൊന്നും നിന്നില്ല. ഇതിനിടയിൽ നൈസായിട്ട് വേറെ എന്തോ സെറ്റിൽമെന്റ് കൂടി എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. റോഷൻ ലാലാണ് അദ്ദേഹം വോയിസ് ഓഫ് സത്യനാഥിന്റെ പ്രൊഡ്യൂസറിൽ ഒരാളാണ്. എനിക്ക് ബാദുഷനെ 2021 10th ഡിസംബർ മുതലാണ് ബാദുഷന് പരിചയം. ഒരു PR വഴിയുള്ള ഒരു കണക്ഷൻ ആയിരുന്നു. ഞാൻ അതിന്റെ മുന്നേ ഒരു സിനിമ എടുത്ത് ആ സിനിമയുടെ ഭാഗമായി ഈ PR വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആളൊരു കൊച്ചിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ ബാദുഷനെ കണക്ട് ചെയ്ത സമയത്ത് ബാദുഷ ആദ്യം തന്നെ എന്റെ അടുത്തൊരു 20 ലക്ഷം രൂപ കടം വാങ്ങിയാണ് തുടങ്ങിയത്. അപ്പൊ ഞാൻ കണ്ടിട്ടൊരു ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തി എന്നുള്ളതിൽ 20 ലക്ഷം രൂപ ഞാൻ അന്നേരം തന്നെ കൊടുത്ത്, ഓക്കെ, എന്റെ ഓവർസീസ് അക്കൗണ്ടിന് അയച്ചു കൊടുത്ത് അതിനുശേഷം എന്തെന്ന് പറഞ്ഞാല് ആള് ഒരു സിനിമേന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞു. ആക്ടർ ദിലീപിന്റെ വോയിസ് ഓഫ് സത്യനാഥൻ എന്നുള്ള ഒരു സിനിമ ഷൂട്ട് നടക്കുന്ന കാര്യം എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അത് ഒരു കാരണം കൊണ്ട് ഷൂട്ടിൻ ബിറ്റ്വീൻ പോസായ കാര്യം. അപ്പൊ അതിന് ഭാഗമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് റോഷ് അതിൻ്റെ അകത്ത് വന്നോ, കാരണം അതിന്റെ മുന്നേ ദിലീപ് ഏട്ടൻ ചെയ്ത ഒരു സിനിമ ഉണ്ടായിരുന്നു, കേശു ഈ വീടിന്റെ ഐശ്വര്യം നമ്പർ. അതെ, യെസ്. അപ്പൊ ആ സിനിമയില് അവർ പറഞ്ഞ് എത്രയോ 18 ലക്ഷം രൂപന്റെ സിനിമ എത്ര 38 കോടി രൂപയ്ക്ക് ഇതായിട്ടുണ്ട്. അപ്പൊ അതിനെ കൊണ്ട് ഈ സിനിമ അതിന്റെ കൂടുതൽ കിട്ടും. പിന്നെ ഞാൻ വേറൊരു സിനിമ ചെയ്തത് കാരണം എനിക്ക് കുറച്ച് കാശ് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു ഡോണ്ട് വറി, ആ കാശ് ഇതിന്റെ ഒരു 3 ഇരട്ടി നിനക്ക് എന്തായാലും കിട്ടും പറഞ്ഞിട്ട് എന്നെ ഇതിനകത്ത് കൊണ്ടുവച്ചതാക്കി. അതിനുശേഷം എന്ത് ചെയ്താൽ കാശിട്ട് സിനിമ നടക്കുന്നില്ല. ഓക്കെ, ഈ സിനിമ നടക്കാതെ അങ്ങനെ തന്നെ ഡ്രാഗ് ആയിക്കൊണ്ടിരുന്നു. പല ന്യൂസ് വരുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പല ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് ആക്ടർ ദിലീപ് ആളുടെ ഒരു കേസിന് വേണ്ടിയിട്ട് പറഞ്ഞുകൂടെ എന്റെ അടുത്ത് കാശ് വാങ്ങിയിട്ടുണ്ട്, ആളുടെ ലോയറിന് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതെനിക്കൊന്ന് ദിലീപിന്റെ കേസ് ഈ നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടാകാം. അതല്ലാതെ വേറെ കേസ് എനിക്ക് അറിയില്ല. സംഗതി ഒരാളെ പൈസ പോയതിൽ ചിരിക്കല്ല കേട്ടോ, ഇവരൊക്കെ കൺവിൻസ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്ന. ഒരു മനുഷ്യനെ ദിലീപിന് കേസ് നടത്താൻ ബാദുഷ വേറൊരാളുടെ കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ടോ ദിലീപിന് കൊടുക്കുക. ദിലീപിന് ബാദുഷ കാശ് മേടിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കുക ഏത് രീതിയിലാണ് ഇവരുടെയൊക്കെ ഇവരൊക്കെയാണ് റിയൽ ലൈഫ് കൺവിൻസിങ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സിനിമയെ കണ്ട ഞഞ്ഞാ പുഞ്ഞാ സാധനങ്ങളൊന്നും അല്ല മക്കളെ, എച്ചാതി കൺവിൻസിങ് അല്ലേ ഇത്. ഏത് ലെവൽ ഫ്രോഡ് പരിപാടിയാണ് ഞാൻ ആലോചിക്കുന്നത്. സിനിമയാണ്, ഓരോരുത്തർക്ക് അത് ബിസിനസ്സായി കണ്ട് ചിലപ്പോൾ ഒന്നിച്ച് വന്നൊരു 4-5 കോടി മുടക്കാനില്ലാത്ത സാഹചര്യത്തിൽ കയ്യിലുള്ള 50 ലക്ഷം 1 കോടിയൊക്കെ ചിലപ്പോൾ ഒരു സിനിമേൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊഡ്യൂസർ, ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആവാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവർ കൊടുക്കുമായിരിക്കും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചെയ്ത് പൊട്ടിയവരുടെ എണ്ണേ കൂടുതലുള്ളൂ, രക്ഷപ്പെട്ടു പോയവരുടെ എണ്ണൊന്നുമില്ല. അപ്പോൾ ഈ പാവത്തിനെ അങ്ങനെ കൺവിൻസ് ചെയ്ത് പൈസ മേടിച്ചിട്ട് അത് നിങ്ങളൊന്ന് കേശു ഒക്കെ എപ്പോഴാണ് വർക്കായേ? എനിക്ക് തോന്നുന്നു എനിക്ക് ആകെ സിനിമയിലേക്ക് പൈസ അടക്കുന്ന പ്രൊഡക്ഷൻ സൈഡിലുള്ള ഇതുപോലെ NRIസോ ബിസിനസ്സുകാരോ ഇവരോടൊക്കെ പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ, നിങ്ങൾ ആദ്യം സ്വയം പഠിക്കണം. മനസ്സിലായോ? എന്താണ് ഫിലിം ഇൻഡസ്ട്രി,
ഏത് നടനെ വെച്ചിട്ടുള്ള സിനിമയിലാണ് ഞാൻ പൈസ ഇറക്കുന്നത്, ആ സിനിമയുടെ സ്ക്രിപ്റ്റിംഗ് എന്താ, അതിൻ്റെ ടെക്നിക്കൽ ടീം എന്താ, ഇയാളുടെ പ്രീവിയസ് പടങ്ങൾ വർക്കാണോ, അല്ലെങ്കിൽ ഞാൻ ആരുടെ പ്രൊഡ്യൂസറായിട്ടാണ് പോകുന്നത്, എൻ്റെ അപ്പുറത്തെ സൈഡിലുള്ളവർക്ക് ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ കണ്ടൻറ്റ് വിറ്റ് പോകുന്ന കണ്ടൻ്റ് ആണോ എന്നുള്ളതിനെക്കുറിച്ച് മിനിമം ബോധം നിങ്ങൾക്ക് വേണം. ഒരു കണ്ടൻറ്റ് നല്ലതല്ലെങ്കിൽ അതിൽ ഈ മോഹൻലാലല്ല, മമ്മൂട്ടിയല്ല, ദിലീപല്ല, ആരും ഒന്നും അഭിനയിച്ചിട്ടും കാര്യമില്ല, ഒറ്റ ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് വീഴും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് കൊടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ് പഠിച്ചിട്ട് കൊടുക്കണം. അല്ലാതെ ബാദുഷ 2 മോഹൻലാലിൻ്റെ ഒപ്പവും മമ്മൂട്ടീൻ്റെ ഒപ്പവും ദിലീപിൻ്റെ ഒപ്പമൊക്കെ ഫോട്ടോ ഇടുമ്പോഴത്തേക്ക് ബാദുഷ വരെ മെയിൻ ആളാണ്, അപ്പോൾ പിന്നെ എന്താണ് ഈ സിനിമയ്ക്ക് നമുക്ക് ധൈര്യമായിട്ട് പൈസ കൊടുക്കുക? എന്താണ് ഒരു സിനിമേൻ്റെ ധൈര്യം? എന്താണ് ഒരു ബിസിനസ്സിൻ്റെ ധൈര്യം? പ്രോഫിറ്റ് വരണം എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൻ്റെ ധൈര്യം അല്ലേ? അതല്ലേ? അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ബാദുഷ മോഹൻലാലിൻ്റെയും മമ്മൂട്ടീൻ്റെയും തോളത്ത് കൈയിട്ട് നിൽക്കുന്നതല്ല. പിന്നെ കാശെല്ലാം കൊടുത്ത് സിനിമ നടക്കുന്നില്ല. ഓരോ പ്രാവശ്യം ഓരോ ന്യൂസ് വരുന്ന അത് അതിന് ഇതാന്നല്ലാതെ ആളൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ അഗ്രിമെന്റ് സൈൻ ചെയ്ത് ആ സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കാശിന് പകരം വേറൊരു കാര്യം ചെയ്യാം, വെടിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ എന്നെ ആക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ വെടിക്കെട്ട് ഇതേമാതിരി തന്നെ ഒരു 3.5 കോടി രൂപയുടെ സിനിമ എന്ന് പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ അത് ഇട്ടത്. ഞാൻ വിചാരിച്ചത് 35% എൻ്റെ ഒരു ഷെയർ എനിക്ക് കിട്ടുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഞാൻ കാശ് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷണൽ ടൈറ്റിലായിരുന്നു ഇട്ടത്. നോക്കുന്നേരം ആ സിനിമ ഭയങ്കരമായി കോസ്റ്റ് കൂടി. എനിക്ക് മനസ്സിലായി ആ സിനിമ കാശ് ഒരിക്കലും റിക്കവർ ആവാൻ പോകുന്നില്ല. ആ സമയത്ത് ബാദുഷയുടെ ഒരു പാർട്ട്ണർ ഉണ്ട്, ഷിനോയ് എന്ന് പറഞ്ഞു. ഈ ഷിനോയ് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഷിനോയ് കുറച്ചൊരു ജെന്യൂൻ ആയിട്ടുള്ള വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. ഷിനോയുടെ അടുത്ത് പറഞ്ഞു, ബ്രോ ഒരു കാര്യം ചെയ്യും, വെടിക്കെട്ടിൽ കാശ് റിക്കവർ ചെയ്യാൻ വളരെ ടഫാണ്, എനിക്കൊണ്ട് ബ്രോ വോയിസ് ഓഫ് സത്യനാഥിൽ തന്നെ തിരിച്ചു വന്നു പറഞ്ഞു. അങ്ങനെ അതിനകത്ത് തിരിച്ചു വരാൻ ഇതാക്കി. ഞാൻ ഓൾറെഡി അഗ്രിമെന്റ് എൻ്റെ എല്ലാം വോയിസ് ഓഫ് സത്യനാഥിൽ തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം സിനിമ നടക്കുന്നില്ല, വിളിച്ചിട്ട് ആൾ എടുക്കൂല, പിന്നെ പ്രോപ്പറായിട്ട് റെസ്പോൺസ് ആയിട്ടില്ല. പിന്നെ ആളെ പറ്റി പല ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആള് ഭയങ്കര ഫ്രോഡാണ്, കാശ് കൊടുക്കാൻ പാടില്ല. ഓൾമോസ്റ്റ് പരിചയപ്പെട്ട എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഫ്രോഡാന്ന് തന്നെ പറഞ്ഞത്. ഓക്കെ, പക്ഷെ ഞാൻ അങ്ങനത്തെ ആൾക്കാരെ കാണാത്തത് കാരണം, പരിചയപ്പെടാത്തത് കാരണം ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ മറ്റുള്ളവർ അങ്ങനെ പറയുന്നതായിരിക്കും എന്ന് വിശ്വസിച്ചിട്ട് ഞാൻ അടുത്ത് കാശ് കൊടുത്തു. പിന്നെ സിനിമ നടക്കത്തില്ല. നോക്കുന്ന സമയത്ത് ആള് എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. ആള് പുതിയ കാർ വാങ്ങുന്ന, ആളുടെ ഭാര്യ പുതിയ കാർ വാങ്ങുന്നത്, ഡയമണ്ട് വാങ്ങുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ പണത്തിലൊരു വ്യക്തത വരുത്തേ, എത്രയാണ് തുക, എത്ര തുകയാണ് നിങ്ങൾ കൊടുത്ത്? അത് 1 കോടിയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. 1 കോടിക്ക് മുകളിൽ അഗ്രിമെന്റ് സൈൻ ചെയ്തതും 1 കോടിക്ക് മുകളിലാണ്. അതെ, യെസ്. അഗ്രിമെന്റ് ചെയ്ത് 1 കോടിക്ക്. കാരണം ഞാൻ അല്ലാതെ എന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, അത് പേഴ്സണൽ ആയിട്ട്. കാരണം ഈ കേസ് എന്ന് പറഞ്ഞ് വാങ്ങുന്ന കാശ് കൂടെ സിനിമയിലേക്കാണ് ആള് ഈ അഗ്രിമെന്റ് ഇട്ടത്. അപ്പൊ ദിലീപിന് കേസ് നടത്താൻ ഇയാൾ കാശ് കൊടുത്താ 1 കോടി രൂപ ഒരു സിനിമയ്ക്ക് വേണ്ടി മുടക്കിയ സഹസംവിധായകന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് സഹസംവിധായകനല്ല, സഹപ്രൊഡ്യൂസറുടെ ഒരവസ്ഥ. അയ്യോ, അതായത് ഇത്ര ഈസി ആയിട്ട് കൺവിൻസ് ചെയ്ത ഒരാളെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ലാണ് അല്ലേ? സ്കില്ലാണത്. അതായത് സിനിമ വർക്കൗട്ട് ആവുമോ ഇല്ലേ അതൊക്കെ ഒരു എന്താ പറയുക, ആ വർക്കിലെ കോൺഫിഡൻസ് നമുക്ക് വേണം, അതിൻ്റെ ടൈമിങ് ശരിയാവണം, പിന്നെ പ്രേക്ഷകർക്ക് ഓബിയസ്ലി ഇഷ്ടപ്പെടണം. ഒരു തരം ഗ്യാംബ്ലിംഗ് ആണ് അത്, ഡെഫിനറ്റ്ലി അതാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും നമുക്കെങ്ങനെ തോന്നുവടേ ഒരു സാധനത്തിലേക്ക് ഒരുത്തരം വിളിച്ചു കൊണ്ടെന്ന് പറ്റിക്കാൻ? ഞാൻ അതാ ചിന്തിച്ചത്. ഇയാൾ പറഞ്ഞ മെയിൻ പോയിന്റ് ഉണ്ട്, അയാൾ പൈസ കൊടുത്തു, അയാളെ പൈസ തിരിച്ചത്. ഇതിപ്പോൾ 1-2 വർഷത്തെ കഥയല്ല, 2022 ആയിരിക്കണം ഈ സിനിമ ഇറങ്ങിയത്, വോയിസ് ഓഫ് സത്യനാഥൻ. ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇയാൾ പുറത്തു വരുന്നത്, 4 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാൾ പുറത്തു വരണം. അതിനിടയിൽ ഈ ബാദുഷയ്ക്ക് എത്രയോ രീതിയിലുള്ള ലൈഫിൽ കാറ് മേടിക്കുന്നു, പിന്നെന്തോ ഫ്ലാറ്റ് മേടിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഇയാൾ ലൈം ലൈറ്റിന് കുറവൊന്നുമില്ല. അങ്ങനത്തെ ഒക്കെ റേച്ചൽ എന്ന് പറഞ്ഞ അവിടെ എടുത്ത് ഇയാൾ ഇതിനിടയിൽ ബാദുഷ. അപ്പോൾ അതിനൊക്കെ കാശുണ്ട്. ഇങ്ങനെയുള്ളവരെ സെറ്റിൽ ചെയ്യാൻ മാത്രം ഇല്ല എന്ന് പറയുമ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ഇവർ ഞാൻ എന്താ പൊട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇവരെ ഇറങ്ങാതിരിക്കുന്നത് ഇതുവരുടെ ദുരവസ്ഥയാണ്. മനസ്സിലായോ? ഇതുവരുടെ ഗതികേടായിപ്പോയി. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു പോയിപ്പോൾ ഇത്രയ്ക്ക് ലക്ഷങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ മാത്രമുള്ള ഫ്രണ്ട്സൊക്കെ ഇവർക്കുണ്ട്. ഫ്രണ്ട്സും അല്ല, ഇത്രയ്ക്ക് ആളുകൾ ഈ നാട്ടിലുണ്ടല്ലോ എന്നുള്ളത് അല്ലേ? എനിക്ക് വേറൊരാളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ മിനിമം സർക്കിളിൽ മാത്രമേ അങ്ങനെ ചോദിച്ചാൽ തന്നെ ഞാൻ ചോദിക്കാറുള്ളൂ. ഓക്കെ, അതിനൊക്കെ നമുക്ക് വളരെ വിരലിലുണ്ടാവുന്ന ആൾക്കാരാണ്, അതിനപ്പുറത്തേക്ക് ഇല്ല നമുക്കൊന്നും. പക്ഷെ ഇവരൊക്കെ എന്താ ചെയ്യണേ? ഇങ്ങനെ ആളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങുകയാണ്. ഏതെങ്കിലും രീതിയിൽ ഒരുത്തൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എൻ്റെ പോക്കറ്റിലേക്ക് വരാൻ രാഷ്ട്രം ചോദിച്ചു വരുമ്പോൾ അവനെതിരെ പോലീസ് കേസ് കൊടുക്കുന്നു, അവനോട് പോടാ പുല്ലേ എന്ന് പറയുന്നു. ഇങ്ങനെ സാധിക്കുന്നു. ഉറങ്ങാൻ പറ്റുന്നുണ്ടാവും നിങ്ങളെ കൊണ്ടൊക്കെ?
ഞാൻ അതാ ചോദിക്കുന്നത്. ശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് മറ്റുള്ളവനെ വിളിച്ചിട്ട് എടുക്കില്ല, ഓരോ കാര്യം പറയും, മെസ്സേജ് അയക്കും, അതാണ് ഇതാണ്. പിന്നെ പല സമയങ്ങളിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും, പിന്നെ ഒരു പിക്ചർ അയക്കും, ആള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചോണ്ട് എന്റെ അടുത്ത് കുറെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ എന്താണ് എനിക്കറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങളുടെ ഈ ഹോസ്പിറ്റലത്തെ ഫോട്ടോ അയക്കുന്ന എന്താണ് പർപ്പസ്? നിങ്ങൾ കാശ് തരില്ല എന്നാണോ, നിങ്ങൾക്ക് അസുഖമെന്നാണോ, അല്ല ഫോൺ എടുക്കാൻ പറ്റില്ല എന്നാണോ, അല്ല മനസ്സില്ല എന്നാണോ? അപ്പൊ അതൊന്നും കാക്കില്ല. പിന്നെ 2 മാസം ഒരു ന്യൂസ് ഉണ്ടാവില്ല. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് തീരെ റെസ്പോൺസ് ആകാത്ത സമയത്ത് ഞാൻ അതിനിടയ്ക്ക് എനിക്ക് 2023 ജൂലൈ 29th 28th അങ്ങനെ മൂവി റിലീസ് ആയത്. അപ്പൊ എനിക്ക് ചെക്ക് തന്നു, 3 ചെക്ക് തന്നു. 3 ചെക്കിനകത്ത് ആദ്യം ഒരു 50 ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഉജ്ജീവൻ ബാങ്കിൽ ഡിസംബർ 2023 ഇട്ട് ബൗൺസ് ആയി. ഓക്കെ, ആയിട്ടും ഞാൻ കേസ് കൊടുത്തിട്ടില്ല. ഞാൻ എന്താ വിചാരിച്ചെന്ന് പറഞ്ഞാൽ കുട്ടികളും ഒരു ഫാമിലി ഒക്കെ ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയല്ലേ, അപ്പൊ അതിനെക്കൊണ്ട് പിന്നെ ഈ 50 ലക്ഷത്തിന്റെ ചെക്ക് ബൗൺസായി. 50 ചെക്ക് ബൗൺസായി. അതിന്റെ പ്രൂഫ് ഉണ്ട് എന്റെ അടുത്ത്. ഓക്കെ. പിന്നെ എഗ്രിമെന്റ് പ്രകാരം എന്താന്ന് പറഞ്ഞാൽ സിനിമ 2022 ഡിസംബറിൽ ഇറങ്ങിയില്ലെങ്കിൽ ആൾ കാശ് തരണമെന്നാണ്. ഓക്കെ, കാശ് തരണമെന്നാണ്. അതേമാതിരി അഗ്രിമെന്റ് പ്രകാരം സിനിമ ലാഭമായാലും നഷ്ടമായാലും എനിക്ക് ഇട്ട കാശ് തിരിച്ചു തരണമെന്നാണ്. ലാഭമായാലും നഷ്ടമായാലും ഇപ്പൊ കിട്ടും. ഇങ്ങനത്തെ കള്ളന്മാരെ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പ് കിട്ടും. എന്തൊരു ഗതികേട്. ആൻഡ് ഈ പറഞ്ഞവരുടെ സ്ഥിരം പാറ്റേൺ, ഈ പൈസ ഇതേപോലെ സ്കാം അടിക്കുന്നവരുത്. പൈസ ചോദിച്ച് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലാണ്, വയ്യാത്തതാണ്, പല സ്കീമും പറഞ്ഞ് ഇവർ രക്ഷപ്പെടും. മനസ്സിലായോ? ആദ്യം ഇവർ പറയുക ഇതാണ്, വയ്യ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് ഏറ്റവും ലാസ്റ്റ് പറയുന്ന സാധനമാണ് ഏറ്റവും നമ്മളെ വേദനിപ്പിക്കുക. ഈ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ, നോക്കടാ എൻ്റെ പണി, ഈ ഒന്ന് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങും, ഇങ്ങനെയാണ് പറഞ്ഞാൽ. ഇനി ആ പറയുന്നത് കേട്ടിട്ട് നമ്മളെങ്ങാനും ഇവർക്ക് ഇന്ന് തന്നെ ഞാൻ കാണിച്ചു തരാടാന്ന് പറഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയിട്ട് സാറേ എന്നെ ഭീഷണിപ്പെടുത്തി, കാശ് കൊടുത്തവൻ ഗോപി. ഇത് ചില്ലറ അടങ്ങാറൊന്നുമല്ല ഇതുകൊണ്ട്. പക്ഷേ ഇയാളെ കേസിൽ റോബിനെ പോലെ അല്ല കേട്ടോ. ഇയാളെ കേസിൽ, റോബിൻ്റെ കേസിൽ ഈ ബൈ ഹാൻഡ് എന്ന് പറഞ്ഞ സാധനം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സാധനം. പക്ഷേ ഇത് കൃത്യമായ അഗ്രിമെൻ്റ് ഉള്ള പരിപാടി. സിനിമ ഹിറ്റായാലും ഇല്ലെങ്കിലും ഇയാൾക്ക് കാശ് കൊടുക്കണം ബാദുഷ. മനസ്സിലായോ? എന്നിട്ട് പോലും ബാദുഷ റെഡിയല്ല. എൻ്റെ വഴി നോക്കിക്കോന്ന് പറഞ്ഞ ഈ പാവത്തിനോട്. അത് റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. മൂപ്പര് എപ്പോഴും മമ്മൂക്ക പിന്നെ പല ആക്ടേഴ്സിന്റെ കൂടെ കുറെ ഫോട്ടോ വെച്ചിട്ടായിരുന്നു മൂപ്പര് ഇതാക്കിയിരുന്നത്. അതെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് സിനിമയിൽ പുതിയതായിട്ട് വരുന്നതും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്ത വ്യക്തികളൊക്കെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇങ്ങനത്തെ ഇതിലൊക്കെ മമ്മൂക്കേന്റെ ആളാണ്, അപ്പൊ മമ്മൂക്ക ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ദുൽഖറിൻ്റെതാണ്, പൃഥ്വിരാജിന്റെ ഇടുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വസിച്ചാണ് വരുന്നത്. ഇന്നേരം ഒന്നും എടുക്കൂല, ഓരോ മെസ്സേജ് അയക്കും, ഓരോ കഥ പറയും, പിന്നെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് വിളിക്കും, രാത്രി വിളിക്കും, പിന്നെ ഓരോരു കുറെ സിനിമനെ പറ്റിയുള്ള ആ കഥകൾ, പിന്നെ ചില ലീഡിങ് ആൾക്കാരുടെ കഥകൾ പറഞ്ഞ് ഇതാക്കും. ഞാനത് കഥ കേൾക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല, പക്ഷെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ, കാരണം എന്റെ കാശ് മുമ്പ് എടുത്തത്, അപ്പൊ അതിന്റെ ഞാൻ ജസ്റ്റ് കേട്ട് നിൽക്കും. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഞാൻ 2025 ഞാൻ ബാദുഷേന്റെ അടുത്ത് പറഞ്ഞു, ബാദുഷ ഇനി ഡിലേ ആണെങ്കിൽ, കാരണം ഓൾറെഡി 4 വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട്, അപ്പോ ഡിലേ ചെയ്യുകയാണെങ്കിൽ ഞാൻ കേസ് കൊടുക്കണം. അപ്പൊ എനിക്കൊരു വോയിസ് മെസ്സേജ് ചെയ്യുന്നത്, നീ കൊടുക്കടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അന്നേരം തന്നെ പോയിട്ട് പിന്നെ ചീഫ് മിനിസ്റ്റർ, ആ സമയത്ത് പിണറായി സർക്കാരായിരുന്നു, അപ്പൊ ചീഫ് മിനിസ്റ്ററിന്റെ ഇമെയിൽ അയച്ച്, പിന്നെ DYSP, പിന്നെ അതേമാതിരി NRIs എല്ലാം കൊടുത്തു. അതിനുശേഷം പോലീസ് വിളിച്ചിട്ട് ആളെടുക്കുന്നില്ല. അതിന്റെ ഇടയ്ക്ക് മുമ്പ് വിളിക്കും, എന്റെ അടുത്ത് ഓരോ പുതിയ കഥകളായിട്ട് വരും. പിന്നെ അതിന്റെ ഇടയ്ക്ക് എന്താന്ന് പറഞ്ഞാൽ മുമ്പ് റേച്ചൽ എന്ന് പറഞ്ഞ സിനിമ എടുത്ത്, റേച്ചൽ എന്ന് പറഞ്ഞാൽ 6.5 കോടി രൂപ എങ്ങനെയെന്ന് പറഞ്ഞത്. മുപ്പര് കാശില്ല എന്നൊരു സ്ഥലത്ത് പറയുന്നത്, പക്ഷെ വേറെ സ്ഥലത്ത് സിനിമ എടുക്കണം. ഇങ്ങനെ എത്ര പറ്റിച്ച കഥകൾ നമ്മൾ സിനിമയിൽ കേട്ടാലും ആരും പാഠം പിടിക്കില്ല. ഇനിയും കൊണ്ടുപോയി സിനിമയിൽ പൈസ ഇടും, തൊലയ്ക്കും. ശരിക്കും ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പവർ പോയത് കൊണ്ടാണ്. നിർമ്മാതാക്കൾക്ക് പണ്ടൊരു പവർ ഉണ്ടായിരുന്നു സിനിമയിൽ, അതങ്ങോട്ട് ഇല്ലാതാക്കിയത് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളാണെന്ന് ഞാൻ പറയുള്ളൂ. പല സൂപ്പർ സ്റ്റാറുകളും അവർക്ക് മറ്റേ തോന്നൽ വന്നു, സിനിമയിൽ എല്ലാ ലാഭവും എനിക്ക് വേണം, എന്നെ വെച്ചാൽ വയ്ക്കുന്നത് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് സൂപ്പർ സ്റ്റാറുകൾ മൊത്തം നിർമ്മാതാക്കളെ സൈഡാക്കിയിട്ട് അവർ നിർമ്മാതാക്കളായി സിനിമയുടെ. ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ശരിക്കും സിനിമ ഇൻഡസ്ട്രി പൊട്ടിപ്പൊളിഞ്ഞ് നടന്നു പോയത്. ഇവർക്ക് ബിനാമികൾ വന്നു, വേറെ വരുന്നൊരു നിർമ്മാതാവിന് ഇനി പുതിയൊരു പ്രൊഡക്ഷനിലേക്ക് പൈസ ഇടാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ തുടങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഇവർ ഡേറ്റ് കൊടുക്കില്ല, സ്വന്തം നിർമ്മാണമാണെങ്കിൽ മാത്രമേ ഇവർ ഡേറ്റ് കൊടുക്കുള്ളൂ. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ മൊത്തം ഈ സൂപ്പർ സ്റ്റാർ സാധനം പൊട്ടിച്ചു കളഞ്ഞാണ്. അവിടെയാണ് ഈ നിർമ്മാതാക്കൾക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത്. പിന്നെ ഇതുപോലുള്ള ഫ്രോഡ് പരിപാടി കാണിക്കുന്നവർ.
ചോദിച്ച് പറഞ്ഞ് ഇരന്ന് മേടിച്ചിട്ട് ലാസ്റ്റ് ചോദിക്കുന്നവൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ ക്യാഷ് കൊടുക്കടാ. ബാദുഷേൻ്റെ ശബ്ദം മൂപ്പര് ഇമിറ്റേറ്റ് ചെയ്തത് ഇതിൻ്റെ പോലെ ചിരി ഒന്ന് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു ആ സാധനം. ഞാൻ ഇങ്ങനെ ആലോചിക്കണം ആ വോയിസ് എന്തായിരിക്കുന്നു. കിട്ടിയ കാശ് തിരിച്ചു തരാതെ ആള് ലാവിഷായിട്ട് ആള് സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. ആ സോഷ്യൽ സർവീസ് ഞാനേ ചെയ്തപ്പോ അപ്പൊ ദൈവം എനിക്ക് ഡയറക്റ്റ്ലി തരില്ല, അതിന്റെ കർമ്മം എനിക്ക് കിട്ടില്ല. ഞാൻ എന്തിനാ എന്റെ കാശ് വേറെ ആൾക്ക് കൊടുത്താൽ അതിന്റെ ചെറിയൊരു എമൗണ്ട് വേറെ ആൾക്ക് വഴി സോഷ്യൽ സർവീസ് ചെയ്യേണ്ടത്? അപ്പൊ ആളുടെ പേര് ബാദുഷാ സോഷ്യൽ സർവീസ് എന്തെന്ന് പറഞ്ഞിട്ടൊന്നും നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടെങ്കിൽ സ്വന്തം കാശ് ചെയ്യണം. അവർക്ക് കാശ് കൊടുക്കുന്ന, ഇവർക്ക് കഞ്ഞി വാങ്ങി കൊടുക്കുന്ന, അതൊന്നല്ല. എനിക്ക് ഈ സാധനം എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഹരീഷ് കണാരൻ പറഞ്ഞ എക്സാക്ട് സാധനം, കറക്റ്റ് സാധനം. അതായത് ഹരീഷ് കണാരൻ എന്ന് പറഞ്ഞിരുന്നു ആർക്കോ എന്തോ മേടിച്ചു കൊടുക്കാൻ, ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഹരീഷ് കണാരൻ്റെ പൈസയും കൂടി എടുത്ത് ഉപയോഗിച്ചിട്ട് ഇയാൾ ചെയ്യുകയാണ്. എന്നാലും സ്വന്തം തിരിച്ചു തരുന്ന പൈസേനെ കുറിച്ചൊന്നും ഇയാൾക്കില്ല. അതുപോലെ തന്നെയാണ് ഇത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇയാളുടെ പൈസയ്ക്ക് എന്തിന് ചാരിറ്റി ചെയ്യേണ്ട ആവശ്യമുള്ളത്? അല്ലെങ്കിൽ ഇതുപോലെ ആളുകളെ പറ്റിച്ച പൈസയ്ക്ക് ചാരിറ്റി ചെയ്താലൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല മിസ്റ്റർ ബാദുഷ. കാശ് കൊടുക്കാനുള്ളവന് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ കാശ് കൊടുത്തേ പറ്റൂ. ഓക്കെ, ഇപ്പോൾ പടം പൊട്ടിയിരുന്നു, പടം വർക്കായില്ല എന്ന് നിങ്ങൾക്ക് പല വേർഷൻസും കാണുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുമ്പോൾ നിങ്ങൾ അയാളെ കൺവിൻസ് ചെയ്യുന്നത് എന്താ? ദിലീപ് പടമാണ്, ഓടും, നമുക്ക് തകർക്കാം, നമുക്ക് പൊളിക്കാം. തകർത്തവും പൊളിച്ചുമാണ് ഈ ചങ്ങായിയൊക്കെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ വിദേശത്തിരുന്ന് അധ്വാനിച്ച പൈസ അയാൾ ബിസിനസ്സിന് വേണ്ടി തന്നെ ഇറക്കുന്നേ. ആ ബിസിനസ് പൊട്ടിക്കാതെ, പൊട്ടിച്ചിട്ട് ഇനി പകുതി ഇപ്പോൾ ബാദുഷ പറയും ഒരു മാന്യതയോടുകൂടി ഇത്ര വർഷമായില്ലേ, 10,000 വെച്ച് ഞാൻ മാസം ഇട്ടുക എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. ഇനി അതും പോട്ടെ, പടം പൊട്ടി, നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, എഗ്രിമെൻറ്റിൽ പലതും ഉണ്ടാവും. 1 കോടി തിരിച്ചു തരാനില്ല, ഞാനൊരു 50 ലക്ഷം തിരിച്ചു തരട്ടെ, അതും മാന്യത. ഇതൊന്നുമില്ല, ഒന്നുമില്ല. അയാളുടെ പേഴ്സണൽ ലൈഫിൽ അടിച്ചു പൊളിച്ച് നടക്കുക, ചാരിറ്റി ചെയ്യുക, വണ്ടി വാങ്ങുക, ചുറ്റിക്കറങ്ങി നടക്കുക. കാശ് കൊടുക്കാനുള്ളൂ തിരിച്ചു ചോദിച്ചാൽ നീ പോയി കേസ് കൊടുക്കടാ. ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? 3 ആഴ്ച മുന്നേ ആ പോലീസ് എന്നെ എടുത്ത് പറഞ്ഞു, പിന്നെ ബാദുഷനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ബാദുഷ ഇങ്ങനെ കാശ് വാങ്ങിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ആളെ ആക്സെപ്റ്റ് ചെയ്ത് കുറച്ചും കൂടി സാവകാശമാണെന്ന്. കുറച്ചും കൂടി സാവകാശം വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം ബാദുഷ ഇപ്പൊ 4 വർഷമായിട്ട് എന്താ 1 രൂപ ഉണ്ടാക്കിയിട്ടില്ല. എനിക്കിപ്പോ 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ, 10,000 രൂപ അയച്ചു തരാണെങ്കിൽ ഞാൻ അവിടെ ബാദുഷ എന്നുള്ള എന്നെ അപ്രീഷിയേറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, കാരണം ഞാൻ ചോദിക്കാതെ അയക്കുകയാണെങ്കിൽ അത് ഇത്രയും കാലം കാശ് ഉണ്ടാക്കിയിട്ടില്ല ആള്. ആൾക്ക് എവിടെ നിന്ന് ഈ ഡയറക്ടർ പ്രിയദർശന്റെ അപ്പാർട്ട്മെന്റ് വാങ്ങാൻ? ഞാൻ ഡയറക്ടർ പ്രിയദർശന്റെ അപ്പാർട്ട്മെന്റ് ആള് പറഞ്ഞൊരു അപ്പാർട്ട്മെന്റ് ഈ അപ്പാർട്ട്മെന്റ് മാച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. സപ്പോസ് നാളെ അത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ സോറി പറയാം. അപ്പൊ എന്റെ അടുത്ത് ഞാൻ ഓഡിയോ ക്ലിപ്പ് ഉണ്ട്, നീ പോയി കേസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ കേസ് കൊടുക്കുന്ന പറഞ്ഞാൽ അപ്പൊ ആളുടെ ഒരു രാഷ്ട്രീയം കണ്ടില്ല. ഇപ്പൊ ഞാൻ കാശ് വാങ്ങും, തിരിച്ചു തരാൻ എനിക്ക് മനസ്സിലായി. എന്റെ അതിൽ ചില സമയത്ത് വിളിക്കുന്നവരും പറയും ഇത്രയും എന്താണ് വിളിക്കാനുള്ളത്, ഇത്ര കാശല്ലേ, കാശ് തരുമെന്നും പറഞ്ഞിട്ട്. ഇതല്ലാതെ എന്റെ അടുത്ത് പല ഓഡിയോ ക്ലിപ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനത് ഷെയർ ചെയ്യും. ഞാൻ തന്നെ പല ഇതിലും ആള് തന്നെ പല സമയത്ത് അയച്ചതും നല്ലതായിട്ടുള്ള കേട്ടു. കാരണം എനിക്ക് എന്റെ സിമ്പിൾ കാര്യം, എന്നെ ഒന്ന് വിളിച്ചിട്ട് ഇപ്പൊ പല സമയങ്ങളിൽ ഇപ്പൊ പോലീസിൽ കേസ് കൊടുത്ത് ഇതേ പോലീസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം ബാദുഷനെ വിളിച്ച സമയത്ത് 1-2 മാസവും കഴിഞ്ഞിട്ട് ആള് ഫോൺ എടുത്ത് നിന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഒരു സിനിമ 2 ആഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ ഇവിടെ ബാംഗ്ലൂർ പോകുന്നു, ഹൈദരാബാദ് പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ കേസ് പ്രൊസീഡ് ചെയ്യുന്നത്, കാരണം ഇത് കാരണം ഇനി ആളുടെ മറ്റുള്ള ഓപ്പർച്യൂണിറ്റീസ്, മറ്റുള്ള സോഴ്സസ് ഒന്നും ബ്ലോക്ക് ആണെന്ന് വിചാരിച്ചു ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞു കോൾ ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ എന്റെ അടുത്ത് എടപ്പള്ളിന്റെ ഒരു സ്ഥലത്തിന്റെ ഒരു അഗ്രിമെന്റ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങൾ കാശ് തരാനല്ലേ, അപ്പൊ ഞാൻ തരാനുള്ള കാശും ഈ വീടിന്റെ ഇതൊക്കെ ഒരേ മാതിരി തന്നെ. അപ്പൊ എനിക്ക് എഴുതി തന്ന പറഞ്ഞ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞ് അന്നേരം മുമ്പ് ഒരു സ്ഥലത്തിന്റെ വില കൂട്ടാം. പിന്നെ ഞാനതിനാ എന്ത് ലോജിക്കുള്ളത്? പിന്നെ 1.5-2 കോടിന്റെ സാധനം ഞാൻ 3 കോടി കൊടുക്കാൻ അതിന് പകരം എന്റെ കാശ് അവിടെ നല്ല ഇരിക്കുന്നത്. ഓൻ്റെ മോനെ, ഇയാളൊക്കെ പറ്റിക്കപ്പെട്ടതിൻ്റെ ഒരു ഗതികേട്. പോലീസ് സ്റ്റേഷൻ പോയി ചോദിച്ചോ. പിന്നെ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉടായ്പ് വേറെ. എൻ്റെ കയ്യിലൊരു സ്ഥലമുണ്ട് അതെടുത്തോ, എൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട് അതെടുത്തോ. എടുക്കുന്നത് എന്താ? അയാളുടെ ലാഭം കൂടി കൂട്ടി ഇരട്ടി പൈസയ്ക്ക് ഞാൻ പാവം അതും ചെയ്തു കൊടുക്കണം. മലയാള ഫിലിം ഇൻഡസ്ട്രീനെ തുലയ്ക്കുന്നത് ഇതുപോലുള്ള കുറേ എണ്ണങ്ങളാണ്. കാരണം നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടല്ലോ, ഒരു ലാർജ് സ്കെയിൽ സിനിമ നമുക്ക് എന്തുകൊണ്ട് വരുന്നില്ല? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലാർജ് സിനിമകൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവിടെ കുറേ നടന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കഥയിൽ മാറ്റം വരുത്തിയിട്ടൊക്കെ അവർ കണ്ടൻറ് വാല്യൂ കുറച്ചിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ നോക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീനെ കോപ്പി അടിച്ച് ഉണ്ടാക്കാൻ നോക്കും. പാളിയിട്ടുമുണ്ട്. അല്ലാത്തൊരു പ്രശ്നം വരുന്നത് ഇവിടെ ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള. ഇവിടെ എല്ലാവർക്കും ഒരു ഗോകുലം ഗോപാലനാണ്. അയാൾ തന്നെ മെസ്സിൻ്റെ തലയിൽ എയറിലാവും ഇപ്പോൾ.
അപ്പോൾ അല്ലാതെ ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ഇവിടെ. ആരും വരാത്ത എന്താ മലയാള സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ? കാരണം ഇതാണ്, ആര് വന്നാലും ഒന്നില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇങ്ങനത്തെ, അതായത് ഇവരെന്നെ പറയുന്ന കുറച്ച് കാലമായിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസുകളും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സും ഉണ്ട് ഞങ്ങളെ കീഴിൽ വന്നാൽ മതി എന്നുള്ളൊരു തോട്ട് ഇവർക്ക്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രമുഖ നടൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കണം, കോ പ്രൊഡ്യൂസറായിട്ട്. അല്ലാതെ വന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ നിന്നു എന്ന് വിചാരിച്ചോ, പടം ഹിറ്റായാലും പൈസ കൊടുക്കില്ല. മനസ്സിലായോ? മഞ്ഞുമൽ ബോയ്സ് നമ്മൾ കണ്ടതാണ്, നമ്മളെ മുന്നിൽ എക്സാമ്പിൾ ഉണ്ട്. അങ്ങനെ കുറേ സിനിമകളുണ്ട്. ലാഭം വന്നാലും കൊടുക്കില്ല, നഷ്ടം സംഭവിച്ചാലും കൊടുക്കില്ല. അപ്പോൾ ഒരു വട്ടം സിനിമയിൽ കാശ് ഇട്ടവൻ അത് വെള്ളത്തിൽ വരച്ച വരയാന്ന് വിചാരിച്ചിട്ട് വിട്ട് കളയും. മനസ്സിലായോ? അത് പോയി, പിന്നെ കിട്ടാൻ പോണില്ല. റെയർ ഓഫ് ദ റെയറസ്റ്റ് ആർക്കെങ്കിലും കിട്ടിയാലായി എന്നല്ലാതെ എല്ലാവരും ബട്ട് ക്യാഷ് ചോദിച്ച് ഇങ്ങനെ നടക്കേണ്ടി വരും ഇവരെ പിന്നാലെ. അല്ലാതെ എന്ത് പറയാനപ്പോൾ ഇത്? മിസ്റ്റർ ബാദുഷ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുക എന്നുള്ളതൊരു മാന്യതയാണ്. ഓക്കെ, അല്ലാതെ അത് തിരിച്ചു ചോദിക്കുന്നവനെ നീ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തോളാം എന്ന് പറയുന്നത് മാന്യതയല്ല. പിന്നെ എത്ര ഇടിച്ച് കാട്ടിയിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റും. നാട്ടുകാർ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ ബട്ട് ക്യാഷ് നേടുമ്പോഴത്തേക്ക് പൊളിയേണ്ട കാര്യമൊന്നുമില്ല. പൈസ കൊടുക്കാനുള്ളതുകൊണ്ടാണ് അവർ ബട്ട് ക്യാഷ് ഇട്ടിട്ട് പോണത്. മനസ്സിലായോ? അതൊക്കെ സെറ്റിലാക്കി എല്ലാം തീർത്തിട്ട് ഞാൻ എല്ലാം കൊടുത്തേന്ന് പറഞ്ഞു നോക്ക്, നാട്ടുകാർ ബട്ട് ക്യാഷ് നിർത്തും. സീസൺ 2 സ്റ്റാർട്ട് ചെയ്തുള്ളൂ, 3 ഉം 4 ഒക്കെ വരുമോ?